ചെറുതായിട്ടൊന്ന് വഴി തെറ്റി എന്ന് തോന്നുന്നു. ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ പ്രസ്റ്റൻ്റെ അടുത്തുള്ള ചോർലി എന്നുള്ള ഒരു സിറ്റിയിലാണ്. അവിടെ ഗ്രേറ്റ് ഹിൽ എന്ന് പറയുന്ന ഒരു ചെറിയൊരു മൗണ്ടൻ സബ്മിറ്റ് ചെയ്യാൻ വന്നിരിക്കും. ഇന്ന് ഞാൻ നോക്കിയപ്പോൾ നല്ല വെയിൽ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്കിന്ന് ഓഫായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്ത് വെറുതെ വീട്ടിലിരിക്കണതിനും പകരം ചുമ്മാ നടക്കാൻ ഇറങ്ങാമെന്ന് ഓർത്ത്. അപ്പോൾ ഇങ്ങനെ അടുത്തുള്ള സ്ഥലങ്ങൾ നോക്കിയപ്പോൾ കണ്ടതാണ് ചോർലിയിലുള്ള ഗ്രേറ്റ് ഹിൽ. നമുക്ക് മുകളിൽ എങ്ങനെയാണെന്ന് അറിയില്ല, പോയി നോക്കാം. ലെറ്റ്സ് സീ. നല്ല കാറ്റുണ്ടെന്ന്, പക്ഷെ സണ്ണിങ്ങ് മുകളിൽ നിൽക്കുന്നുണ്ട്. സോ ഇറ്റ്സ് ഗുഡ്. നമുക്ക് പോയി നോക്കാം മുകളിൽ എന്താ അവസ്ഥ എന്ന്. പിന്നെ ഈ ട്രെയിനിലിപ്പോൾ ഇത്രയും നേരമായിട്ട് ഞാൻ ആരെയും കണ്ടിട്ടില്ല, ഞാൻ ഒറ്റയ്ക്കുള്ളൂ. പക്ഷെ കൊള്ളാം, ആ സൈഡിലൊക്കെ നല്ല വ്യൂ ഉണ്ട്. പക്ഷെ ക്യാമറയ്ക്കകത്ത് എത്രത്തോളം കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. നമുക്ക് നോക്കാം. ഇവിടെ പ്രോപ്പറായിട്ട് ട്രെയില് വഴി കാണാനായിട്ട് പറ്റില്ല. ഇവിടെ ആകെ നനഞ്ഞ് മറ്റേ ബോഗിയായിട്ടിരിക്കുക. അപ്പോൾ ചവിട്ടുമ്പോൾ ചതുപ്പ് പോലെയാണ്, നമ്മൾ താന്ന് പോവാണ്. ഇങ്ങോട്ടേക്കും വഴി കാണാൻ പറ്റണല്ലോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ഒരു പാത്ത് കാണുന്നവരെ നമ്മൾ പോകണം. ഇതുവഴി തന്നെയാണ് തോന്നുന്നത്. എനിക്കിവിടെ മൊബൈൽ സിഗ്നലൊന്നും കിട്ടണില്ല. നമുക്ക് ഇതിൽ തന്നെ പോയി നോക്കാം. എൻ്റെ കണ്ടോ, ഇവിടെ ഇതുപോലെ ചതുപ്പായിരിക്കും. സൂക്ഷിച്ചു പോയില്ലെങ്കിൽ കാലൊക്കെ മടങ്ങി സീനാവും. നമുക്ക് ചെറുതായിട്ടൊന്ന് വഴി തെറ്റി എന്ന് തോന്നുന്നു. ഇവിടെ ഫെൻസിങ് കാണുന്നുണ്ട്. എനിക്ക് പോകേണ്ടത് എൻ്റെ അമ്മോ നല്ല കാറ്റുണ്ട് ഇവിടെ. എനിക്ക് കൊണ്ട് ആ മലയുടെ മുകളിലോട്ടായിട്ടാണ്. പക്ഷെ ഈ ഫെൻസിങ് ചാടി നോക്കാല്ലേ? കാണാം, ചാടാം. കടന്നു. പക്ഷെ ഇനി ഇവിടുന്ന് വഴിയുണ്ടോന്ന് അറിയില്ല. എൻ്റെ അമ്മ മൊത്തം കുഴികളോ. വഴി തെറ്റി, ശരിക്കും വഴി തെറ്റി. ഇതിന് മേളിൽ കൂടെ നടന്നിട്ട് പറ്റണല്ല, ഇങ്ങനെ കുഴിഞ്ഞു കുഴിഞ്ഞു പോവാ. ഈ പുല്ല് ഷൂവിൻ്റെ ഇടയിലോട്ട് കയറിയിട്ട് സോക്സിനകത്ത് ഇങ്ങനെ കുത്തിക്കൊള്ള പോലെയുണ്ട്. കുറച്ചൊരു ഡിസ്റ്റൻസ് ഇതിന് മേളിൽ കൂടെ നടക്കുമ്പോൾ തന്നെ ക്ഷീണിച്ചു പോവാം. ഇവിടെ മുന്നോട്ട് നോക്കുമ്പോൾ നല്ലൊരു വ്യൂ. കുറച്ച് നേരം ഒന്ന് ബ്രേക്ക് എടുത്തിട്ട് കയറണം.
അവിടെ നോക്കിയാ അവിടെ അറ്റത്തായിട്ട് ഡാർവിൻ ടവർ കാണാനായിട്ട് പറ്റും. നിങ്ങൾ എൻ്റെ ഡാർവിൻ ടവറിൻ്റെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഇവിടെ ആയിട്ട് മെൻഷൻ ചെയ്യാം. അത് കാണാത്തവർ കയറി കാണുക. എനിക്ക് കുറേ നല്ല ഫീഡ്ബാക്സും അഭിപ്രായങ്ങളൊക്കെ കിട്ടിയ ഒരു വീഡിയോ ആയിരുന്നു ഡാർവിൻ ടവറിൻ്റെ വീഡിയോ. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കാണുക. യെസ്, നമ്മളിങ്ങനെ ഗ്രേറ്റ് ഹില്ലിന്റെ സബ്മിറ്റ് പോയിന്റ് എത്തിയിട്ടുണ്ട്. ആ കാണാത്ത ഗ്രേറ്റ് ഹില്ലിന്റെ സബ്മിറ്റ് പോയിന്റ്. നല്ല കാറ്റുണ്ട്. അപ്പോ നമുക്ക് ഇനിയിപ്പോ വൈറ്റ് കൊപ്പൈസിലോട്ട് പോവാം. അവിടെ ഇനി എന്താ അവസ്ഥ നോക്കാം. ആ വഴിയാണ് പോകുന്നത്. ലെറ്റ്സ് സീ. നമ്മളങ്ങനെ ഗ്രേറ്റ് ഹില്ല് ഇറങ്ങി താഴത്തെത്തി. ഇപ്പോൾ വൈറ്റ് കൊപ്പൈസ്, ഞാൻ വായിക്കുന്നത് കറക്റ്റ് ആണെന്ന് അറിയില്ല. വൈറ്റ് കൊപ്പൈസ് ഇനി താഴത്തോട്ട് കാണിക്കുന്നത്. ആ സൈഡിലോട്ട് ഇനി വേറൊരു ട്രെയിലും ഇതൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അത് കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട്. എനിക്ക് ടൈമിൽ വീട്ടിലെത്താൻ പറ്റില്ല. വൈറ്റ് കൊപ്പൈസ് വഴി താഴത്തോട്ട് ഇറങ്ങി അവിടുന്ന് തിരിച്ച് വീട്ടിൽ. കണ്ടോ, ഇവിടെ ഈ പറയുന്ന പോലെ ചെളിയാണ് മൊത്തം. മൊത്തം ചെളിയാണ്. ചാടിയാലോ, വീഴോ? യെസ്, വീണെങ്കിൽ ഇപ്പം എല്ലാം സൂപ്പറായന. വെയിലങ്ങനെ, സൂര്യനങ്ങനെ താഴത്തോട്ട് താഴാനായിട്ട് തുടങ്ങി. വെയിലൊക്കെ പോയി തുടങ്ങി. ഞാനിപ്പോൾ ഒന്ന് വിശ്രമിച്ചിട്ട് നല്ല താഴത്തോട്ട് ഇറങ്ങാമെന്ന് ഓർത്തു. നല്ല രസം. നല്ല ഇപ്പം ആ കാറ്റൊക്കെ ശക്തമായിട്ടുണ്ടായിരുന്ന കാറ്റ് ഇപ്പോൾ കുറഞ്ഞ് ഒരു നല്ലൊരു ബ്രീസ് ആവാൻ തുടങ്ങി. ചെറിയ കാറ്റും ഇതുണ്ട്. യെസ്, അത് നല്ലൊരു റെസ്റ്റായിരുന്നു. ഞാൻ കുറച്ച് നേരം ഇവിടെ കിടന്നു. നല്ല രസമുണ്ടായി. ഇനിയിപ്പോൾ നമുക്ക് താഴത്തോട്ട് ഇറങ്ങാം.
വെള്ളച്ചാട്ടം പോലൊരു ഇതുണ്ട്. നമുക്ക് താഴത്തോട്ട് ഇറങ്ങി നോക്കാം എന്താണ്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ സജഷൻസ് ഉണ്ടെന്നാണെങ്കിൽ കമൻറ്റിനകത്ത് മെൻഷൻ ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.